കോൺഗ്രസിൽ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. തർക്കമില്ലാത്ത മണ്ഡലങ്ങളിലെങ്കിലും ഇന്ന് പ്രഖ്യാപനം നടത്താൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത്. കെ സുധാകരൻ നാളെ ഡൽഹിക്ക് പോകും. മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായി. ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചയിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഒന്നാം ഘട്ടത്തിൽ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ BJPയിലും തിരക്കിട്ട നീക്കം നടക്കുകയാണ്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, വെരി ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം 10 വർഷത്തിന് ഇപ്പുറം ഭരണം നേടണം. അത് അവരെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു തത്രപ്പാടിലാണ് നേതാക്കളൊക്കെ. പക്ഷേ ആ മിഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്ന സ്ഥാനാർത്ഥി നിർണയം അത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, തലവേദനയായിട്ട് നിൽക്കുകയാണ്. അതിൽ ഒരു തീരുമാനം കുറച്ചെങ്കിലും പ്രഖ്യാപിക്കാൻ, ഈ പറഞ്ഞതുപോലെ ഇന്ന് പ്രഖ്യാപിക്കാൻ ചാൻസ് ഉണ്ടോ? ഒപ്പം തന്നെ BJPയുടെ കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജ. ശ്രീജ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു ട്രെൻഡൊക്കെ UDFിനുണ്ടായിരുന്നു. ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസിനുള്ള എന്നും അവർക്കൊരു ശാപമായി മാറുന്ന ഈ സ്ഥാനാർത്ഥി നിർണയവും തർക്കവും ഒക്കെ തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ടീം UDF ഒറ്റക്കെട്ടാണെന്ന് എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാലും ആദ്യം കോൺഗ്രസ് പോലും ഒറ്റക്കെട്ടല്ല എന്നാണ് UDFിലെ മറ്റ് ഘടകകക്ഷികൾ പോലും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഈ അവസാന നിമിഷമാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ തന്നെ നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും ഒക്കെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. പക്ഷേ ഇത്തവണ അതേ രീതിയിൽ തന്നെ ഇറക്കുറ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശബരിനാഥിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ ആദ്യമേ കളം പിടിച്ചു UDF. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിർണായകമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അടിവന്നിരിക്കുകയാണ് കോൺഗ്രസിന്. അവർ ആ ഒരു പരമ്പരാഗത രീതി അല്ലെങ്കിൽ അവർ ശീലിച്ച ആ രീതി തന്നെ ഇത്തവണയും കാണാൻ കഴിയുന്നു. അതിൽ ഏറ്റവും മുതിർന്ന നേതാവ് കെ സുധാകരൻ തന്നെ പോരിന് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കെ സുധാകരനും ഇന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. പക്ഷേ ഇന്ന് പോകുന്നില്ല, നാളെ പോകുമെന്ന് പറയുന്നു. ഈ ഏറെക്കുറെ MP മത്സരിക്കേണ്ടതില്ല എന്നൊരു വികാരം തന്നെയാണുള്ളത് സംസ്ഥാന ഘടകത്തിനൊക്കെ തന്നെ. പക്ഷേ കെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ ഈ വലിയ രീതിയിൽ മുറവിളി കൂട്ടുന്നത്. അതിൽ കെ സുധാകരൻ ഇട്ടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുനയിപ്പിക്കാൻ നാളെ പോകുന്നു. അങ്ങനെയെങ്കിൽ നാളത്തെ തീരുമാനത്തിന് ശേഷം മാത്രം സ്ഥാനാർത്ഥി നിർണയം മതിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ മതിയോ എന്നൊരു ആവശ്യമൊക്കെ ഉയരുമ്പോൾ സംസ്ഥാന ഘടകം സംസ്ഥാന ഘടകം പറയുന്നത് ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 40 പേരെങ്കിലും പ്രഖ്യാപിക്കണമെന്നൊരു സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യമുണ്ട്. കാരണം സിറ്റിംഗ് MLA-മാരിൽ 1-2 MLA-മാർ ഒഴികെയുള്ളിടത്തൊക്കെ തന്നെ ഏറെക്കുറെ തർക്കങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ തർക്കങ്ങളില്ലാത്തത് സീറ്റുകളിലെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ ഒരു മേൽക്കൈ നേടാനാവുകയുള്ളൂ. കാരണം ഇന്നലെ ഇടതുമുന്നണി റോഡ് ഷോയ്ക്ക് ഇന്നലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ആ നിമിഷം പ്രഖ്യാപനം കഴിയുന്നു, അപ്പോഴേക്കും റോഡ് ഷോ സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു വലിയ ഒരു ഓളം അവർ LDF ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിനൊരിക്കലും ഒരു UDFിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലെങ്കിലും ഇന്നൊരു 40 സ്ഥാനാർത്ഥികളെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുശേഷം മറ്റ് തർക്കങ്ങൾ നടക്കുന്നിടത്തൊക്കെ തന്നെ 2 ദിവസത്തിനുള്ളിൽ, കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാളുണ്ട് പ്രഖ്യാപനം പൂർത്തിയായേ മതിയാകും. അപ്പോൾ ഈ കെ സുധാകരൻ അടക്കമുള്ള MP-മാരെയൊക്കെ അനുനയിപ്പിച്ച് ഒരുവിധമാക്കി തർക്കങ്ങൾ നടത്തി. ഇപ്പോൾ തിരുവനന്തപുരം പറയുവാണെങ്കിൽ ഇപ്പോൾ കെ ശബരിനാഥാണ് നിയമത്തിൽ പറയുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ ശബരിനാഥിന് വിമുഖതയുണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ മറ്റു പല ജില്ലകളിലും തന്നെയും നിർണായക മണ്ഡലങ്ങളൊക്കെ തന്നെയും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പലയിടത്തും തന്നെ ഇപ്പോൾ ഈ സെൻട്രൽ CMPക്ക് വിട്ടുകൊടുത്തെങ്കിൽ പോലും കോൺഗ്രസിലെ വലിയ ജില്ലാ പ്രാദേശിക ഘടകം മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും അതിനെതിരെ വിയോജിപ്പുമായ രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ അസ്വസ്ഥതകൾ തന്നെയാണ് കോൺഗ്രസിൽ പല സീറ്റുകളിലും നിർണായക സീറ്റുകളിലും ഒക്കെ തന്നെ പുകയുന്നത്. ഇതിനിടെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗവും ഒക്കെ തന്നെ ഈ എത്രയും വേഗത്തിൽ ഈ സ്ഥാനാർത്ഥി സീറ്റ് വിഭജനം പൂർത്തിയാകത്തില്ല കടുത്ത അമർഷത്തിലാണ്. ഈ ജോസഫ് വിഭാഗവുമായി സീറ്റ് വിഭജനം പൂർത്തിയായെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാത്രി വരുന്നു. തൊട്ടടുത്ത നിമിഷം BJ ജോസഫ് ചർച്ച ചെയ്തും പൂർത്തിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. ജോസഫിന് 7 സീറ്റ് മാത്രമേ കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർ അതിന് തയ്യാറല്ല. അപ്പോൾ വീണ്ടും സീറ്റ് വേണമെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ 10, ഇത്തവണയും 10 പറയുന്നു. പക്ഷേ ഇത്തവണ 10 കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു തർക്കം ഇപ്പോൾ നിൽക്കുന്നു, തീരുമാനമായില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളിലും അവർക്ക് ചില സീറ്റുകൾ വച്ചുമാറുന്ന കാര്യത്തിൽ ഏറെക്കുറെ ഇന്നലെ രാത്രി കൊണ്ട് പൂർത്തിയായെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു പൂർണ്ണ തോതിൽ പൂർത്തിയായോ എന്നതിൽ ഇപ്പോഴും, കാരണം ഇന്ന് രാവിലെ കൂടി ആ ചർച്ചകളൊക്കെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജോസഫ് വിഭാഗവും ലീഗുമായുള്ള ഘടകകക്ഷി ചർച്ചകൾ കൂടി പൂർത്തിയായ UDFിലെ ഘടകകക്ഷി ചർച്ചകളൊക്കെ ഏറെക്കുറയായി. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ ഘടകകക്ഷികളൊക്കെ തന്നെ സീറ്റ് അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കും. അങ്ങനെ ഏറെക്കുറെ 2 ദിവസത്തിനുള്ളിൽ സജ്ജമാകുകയാണ് UDFും ഒക്കെ തന്നെ. ഇത് BJPയിലേക്ക് വരികയാണെങ്കിൽ BJPയിലെ സ്റ്റാർ കാറ്റഗറിയിലെ മണ്ഡലങ്ങളിലായിരിക്കും അവർ ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. അതേറെക്കുറെ പ്രധാന നേതാക്കളൊക്കെ നമുക്കറിയാം. അവരുടെ തിരുവനന്തപുരം ജില്ലയാണ് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും.
വട്ടിയൂർക്കാവ് ആർ ശ്രീലേഖ, അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ, ഇതൊക്കെ ഉറപ്പിച്ചു തന്നെയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, അങ്ങനെ സ്റ്റാർ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കൾ തന്നെ കളത്തിലിറങ്ങുന്നു. അവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ അർപ്പിക്കും. അത് പക്ഷേ ഇന്നുണ്ടാകുമോ അതോ നാളെ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. എന്തായാലും നാളെ നേതാക്കളൊക്കെ തന്നെയും ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ അവർ കേന്ദ്ര കമ്മിറ്റി യോഗമൊക്കെ അവിടെ ചേരുന്നുണ്ട്. 2 ദിവസമാണ് ഏറ്റവും നിർണായകമാണ് ശ്രീജ. ഈ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 14-15 ദിവസം മാത്രമേ ഉള്ളൂ. നേതാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏപ്രിൽ ആദ്യവാരം വിശുദ്ധവാരമാണ്. വിശുദ്ധവാരത്തിൽ ഇവർക്ക് പ്രചാരണം എത്രത്തോളം ഒരു സുഗമമായി വലിയ ബഹളത്തോടുകൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ അവസാനം കാണുന്ന ഒരു 16-17 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് എത്രയും വേഗത്തിൽ തന്നെ പ്രഖ്യാപനവുമായി കളത്തിലിറങ്ങുക, അത് തന്നെയാണ് UDF-ഉം LDF-ഉം. തീർച്ചയായും അൺഫിൽട്ട, എനിക്ക് ഇടതുപക്ഷത്തിന്റെ കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥികൾ ആദ്യമേ പ്രഖ്യാപിച്ചതിലൂടെ പ്രചരണത്തിൽ മേൽക്കൈ നേടാനൊക്കെ അവർക്ക് സാധിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഘടകകക്ഷികളുടെ കാര്യം അങ്ങനെ നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജുവിന്റെ കേസ് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ആന്റണി രാജു മത്സരിക്കുമോ എന്നതിൽ ഒരു കാര്യം, അതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് അറിയുന്നു. അങ്ങനെ ആ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കും. അതായത് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വാർത്താസമ്മേളന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഘടകകക്ഷികളിൽ നിന്ന് ആരിൽ നിന്നും സീറ്റ് ഞങ്ങൾ എടുക്കുന്നില്ല, ഒപ്പം ഞങ്ങളുടെ സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നുമില്ല. അത് ജോസ് കെ മാണിക്കുള്ള മറുപടിയാണ്. ജോസ് കെ മാണിയാണ് ഈ 13ാമത്തെ സീറ്റ് കുറ്റ്യാടി സീറ്റിന് വേണ്ടി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറ്റ്യാടി സീറ്റ് CPM-ന്റെ സിറ്റിംഗ് സീറ്റ് ഒരു കാരണവശാലും കൊടുക്കില്ല. അവിടെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു CPM-ന്റെ. അപ്പോൾ നിലവിൽ ആ 12 കഴിഞ്ഞ തവണ മത്സരിച്ച 12 സീറ്റിൽ തന്നെ ജോസ് കെ മാണി ഒതുങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവർക്ക് വേറെ സീറ്റില്ല. അപ്പോൾ ഈ 12 സീറ്റുകളിൽ അവർക്ക് 5 പേർ അവിടെ MLA-മാരാണ്, സിറ്റിംഗ് MLA-മാരാണ്. ആ 5 പേരുടെ കാര്യത്തിൽ അവർ തന്നെയാകും മത്സരിക്കുക. അതിൽ തന്നെ പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നതിൽ ഇപ്പോഴും ആകാംക്ഷയുണ്ട്. പക്ഷേ നമ്മുടെ മധ്യകേരളത്തിൽ നിന്ന് കിരൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജോസ് കെ മാണി തന്നെയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ബാക്കി 7 സീറ്റുണ്ട് ഈ സിറ്റിംഗ് MLA. ആ 7 സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അവിടെ ഒരു തർക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ വിഭാഗം ചിലപ്പോൾ 2 ദിവസത്തിന് അവിടെ പ്രഖ്യാപനം ഉണ്ടാവുമായിരിക്കും. അവിടെ ഇനി ഉഭയകക്ഷി ചർച്ചയിൽ LDF-മായി വലിയ തർക്കമില്ല. അവരോട് പറഞ്ഞു ആ 12 സീറ്റ്. പക്ഷേ ഈ സെൻട്രലിൽ വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജുവിൽ നിന്ന് അത് വാങ്ങാൻ CPM തന്നെ എടുക്കണമെന്ന് അവസാന നിമിഷം വരെ CPM തീരുമാനിച്ചുവെങ്കിലും പക്ഷേ അത് ജനാധിപത്യ ഘടകകക്ഷികളിൽ നിന്ന് സീറ്റുകൾ തിരിച്ചെടുക്കേണ്ടതില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം CPM-ന്റെ സംസ്ഥാന നേതൃത്വം കൈകൊണ്ടതുകൊണ്ട് കോവളം രക്ഷപ്പെട്ടു. കോവളം ജനതാദളിന്റെയാണ് ഘടകകക്ഷി, അതിൽ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും കോവളം ഘടകകക്ഷിക്ക് തന്നെ കൊടുക്കുന്നു, സെൻട്രലും ജനാധിപത്യ കേരള കോൺഗ്രസിന്. അങ്ങനെ വരുമ്പോൾ സെൻട്രലിൽ ആന്റണി രാജു മത്സരിക്കണമെങ്കിൽ 2 ദിവസമാണ് അദ്ദേഹത്തിന്റെ നിർണായകമായ വിധി ഹൈക്കോടതിയിൽ നിന്ന്. ആ വിധിയിൽ അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന് അയോഗ്യത മാറുന്നു, അദ്ദേഹം തന്നെ മത്സരിക്കും. ഇനി അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം ആരാണോ സ്വന്തം പാർട്ടി എന്ന് പറയുന്നു ആ സ്ഥാനാർത്ഥി തന്നെ അവിടെ കളത്തിൽ ഇറങ്ങേണ്ടി വരും. എന്തായാലും CPM അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ആന്റണി രാജുവാണോ അതോ അദ്ദേഹം നിർമ്മിക്കുന്ന മറ്റൊരാളാണോ എന്ന് അറിയാൻ പറ്റും. ഒപ്പം ജനതാദളാണ് കോവളം കൊടുത്തിരിക്കുന്നത്. അവിടെയും ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും അറിയാൻ കഴിയുന്നു. അവിടെ LDF-നെ സംബന്ധിച്ച് ഘടകകക്ഷികളുമായ ചർച്ചകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇനി അവരവരുടെ പാർട്ടികളിലാണ് ആരൊക്കെ സ്ഥാനാർത്ഥികൾ എന്ന കാര്യം അറിയേണ്ടത്. 2 ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയും. ഏറെക്കുറെ 2 ദിവസം കഴിയുമ്പോഴേക്കും കേരളത്തിന്റെ പൂർണ്ണ ചിത്രം അറിയാൻ കഴിയും ശ്രീജ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. തീർച്ചയായും അൺഫിൽട്ട് പറഞ്ഞതുപോലെ ഇനി 2 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം കേരളത്തിൽ ഉള്ളൊരു രാഷ്ട്രീയ ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം തെരഞ്ഞെടുപ്പിങ് അടുത്തു കഴിഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം. കാരണം എല്ലാവരും വിഷുവും നോമ്പും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇതുണ്ടാവുള്ളൂ എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഞെട്ടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്, തീയതി വന്നിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് അൺഫിൽറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്.